ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. ആമസോൺ ഹോളാണ്. അപ്പം ആമസോണിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ പല കാറ്റഗറിയിൽ നിന്നുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിളിച്ച് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം സാധനങ്ങളുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങൾ, എന്നാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉള്ള, എനിക്ക് നല്ലതെന്ന് തോന്നിയ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കാണാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു കൺസീലറാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിക്വിഡ് കൺസീലർ. ഇത് നിങ്ങൾ കുറേ ബ്യൂട്ടി വ്ലോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാനും മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഞാൻ നിങ്ങളടുത്ത് കഴിഞ്ഞ നമ്മുടെ വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും എൻ്റെ സ്കിന്നിന് മാച്ചായിട്ടുള്ള കൺസീലർ എന്ന് പറയുന്നത് എലഗണിൻ്റെ 4 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേടിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് ഡസ്കി സ്കിൻ ടോണിന് ഭയങ്കര നല്ലൊരു കൺസീലറാണ്, അല്ലെങ്കിൽ നല്ലൊരു ഷെയ്ഡാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ മേടിച്ചതാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം ആദ്യം. ഇങ്ങനെ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. ഇത് എനിക്ക് എങ്ങനെയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കിത് കുറച്ച് ലൈറ്റർ ഷെയ്ഡാണ്. എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഫോൺ തന്നെയാണ്. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷേ ഇതെനിക്ക് കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു മീഡിയം സ്കിൻ ടോണൊക്കെ ഉള്ളവർക്ക് ഇത് കറക്റ്റായിരിക്കും, നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ ഒരു ഡസ്കി സ്കിൻ ടോൺകാർക്ക് ഇത് കുറച്ച് ലൈറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിത് കുറച്ച് ലൈറ്ററാണ്. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോണൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് ലൈറ്റർ ഷെയ്ഡായിരിക്കും. പിന്നെ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അതായത് നമ്മുടെ ഈ കണ്ണിൻ്റെ താഴെ നോസ്, ഈ ടീ സോണൊക്കെ ഹൈലൈറ്റ് ചെയ്യാറുണ്ടല്ലോ ചിലർ. അപ്പം അങ്ങനത്തെ ഉള്ള ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ആ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന പരിപാടി ഞാൻ അധികം ചെയ്യാറില്ല. കൺസീലർ ഇടുക, സെറ്റ് ചെയ്യുക, അത്രയും മാത്രമേ ഞാൻ എൻ്റെ മേക്കപ്പിൽ സാധാരണ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് എനിക്കപ്പോൾ കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ആയതുകൊണ്ട് ഞാനിതൊരു കൺസീലറായിട്ട് എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ ഷെയ്ഡ് വാം സാൻഡാണ് ഞാൻ മേടിച്ച് നോക്കിയത്. ബാക്കിയുള്ള കുറച്ച് ഷെയ്ഡുകളെല്ലാം മിക്കവാറും ലൈറ്റർ ഷെയ്ഡുകളാണ്. ഇതിൻ്റെ ഒരു 14 ഷെയ്ഡുകളോളം ഉണ്ട്. കവറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കവറേജ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 187. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രൈസ് വൈസ് ഇത് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്നതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോണിന് ഇത് കുറച്ച് ലൈറ്റർ ഷെയ്ഡാണ്. അപ്പോൾ അങ്ങനെ, അപ്പം നിങ്ങൾക്ക് എന്നെയൊക്കെ കുറച്ചുകൂടെ ഒരു ലൈറ്റർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷെയ്ഡ് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു പൗഡർ പഫാണ്. അപ്പം നമുക്കിത് നമ്മുടെ അണ്ടർ ഐസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു സ്പോഞ്ചാണ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് 2 എണ്ണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വരും. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, ഈ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ നല്ല കംഫർട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി ഈ ഒരു സാധനം. അപ്പോൾ നമുക്കിത് കണ്ണിൻ്റെ അടിയിലൊക്കെ നമ്മൾ കൺസീലറൊക്കെ ഇട്ടിട്ട് പൗഡർ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ, അങ്ങനത്തെ. അപ്പോൾ റീയൂസബിളാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 99 രൂപയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്പോഞ്ചാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. നമുക്ക് 2 എണ്ണമായിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ക്രീം ബ്ലഷാണ്.
അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ബ്ലഷ് അധികം ഇടുമ്പോൾ അറിയണ്ട എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ബ്രഷാണ്, ഒരു ക്രീം ടൈപ്പ് ബ്ലഷാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്യൂബിലാണ് ഇത് വരുന്നത്. നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡ് വീഡിയോയിൽ കാണാം ഞാനത് അപ്ലൈ ചെയ്ത്. നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഒരു ബ്ലഷാണ്. ഇതിൻ്റെ വേറെയും ഷെയ്ഡുകളുണ്ട്. ഇതിൽ ഞാൻ മേടിച്ച ഷെയ്ഡ് എന്ന് പറയുന്നത് ചീക്കോ പിങ്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ എനിക്കിത് സ്യൂട്ടാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാതെ ആവശ്യത്തിന് മാത്രം കുറച്ച് ലൈറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ബ്ലഷായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ബ്ലഷാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 224 ആണ്. നല്ല മാറ്റ് ഫിനിഷാണ്, കുറേ നേരം ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതെ, ഇങ്ങനെയാണ് ട്യൂബിലാണ് വരുന്നത്. അപ്പോൾ അതെ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഭയങ്കര ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അതെ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല ഫേസിൽ. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനും ഭയങ്കര ഒരു നാച്ചുറലായിട്ട് തോന്നിക്കുന്ന ടൈപ്പ് ഒരു ബ്ലഷാണ്. അപ്പോൾ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പം സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ബ്ലഷ്. നെക്സ്റ്റ് ഈ ഒരു മേക്കപ്പ് സ്പോഞ്ച് സെറ്റാണ്. ഇതുപോലെ ഈ ഒരു ഡപ്പയിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ 4 വലിയ സ്പോഞ്ചും അതുപോലെ തന്നെ 3 ചെറിയ സ്പോഞ്ചുമാണ് കിട്ടുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 102 ആണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഓൾറെഡി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കഴിയുകയാണെങ്കിൽ ഇത് ഇത്രയും ഇങ്ങനെയാവും കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്പോഞ്ചാണ്. ഈ പ്രൈസിന് ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ആക്ച്വൽ സൈസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ കുറച്ചൊന്ന് വെള്ളം നനയ്ക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചിങ്ങനെ വീർത്ത് വരും. അപ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷനും അതുപോലെ തന്നെ കൺസീലർ, പൗഡർ ഇതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്പോഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഇത് തന്നെ പല ഷേപ്പിലുള്ളതാണ് കേട്ടോ. ഒന്ന് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വരുന്നത്. പിന്നെയുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു സ്ലാൻഡിന് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ 2 എണ്ണം ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വരുന്നതുകൊണ്ട് കണ്ടോ. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഓരോ യൂസ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് കണ്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഒരു 3 എണ്ണം, ചെറിയ 3 സ്പോഞ്ചുകൾ ഇതുപോലത്തെ ക്യൂട്ട് സ്പോഞ്ചസ്. ഇത് നമുക്കിങ്ങനെ കണ്ണിൻ്റെ താഴെയും ഒക്കെ അപ്ലൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നനച്ച് കഴിയുമ്പോൾ ഇത്തിരി കൂടെ വലുതാവും, കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. ഇത് കുറച്ചിപ്പോൾ കട്ടിയുണ്ടല്ലോ, ഇതൊന്ന് നനയ്ക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അങ്ങനെ ഒരു 4 ഇതുപോലത്തുള്ള വലിയ സ്പോഞ്ചും 3 ചെറിയ സ്പോഞ്ചുമായിട്ടാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് മാഴ്സിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു സാധാരണ ഒരാൾക്ക് നോർമലി പുറത്തൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ഐ ഷാഡോ പാലറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇതിനകത്തുള്ള കളേഴ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഇതുപോലത്തുള്ള ലൈറ്റ് ഷെയ്ഡുകളൊക്കെ തന്നെ മതി. സാധാരണ ഒരാൾക്കുടെ കയ്യിൽ ഒരുപാട് ഐ ഷാഡോ പാലറ്റുകളോ അല്ലെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഐ ഷാഡോ പാലറ്റുകളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോഡലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഐ ഷാഡോ പാലറ്റിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അതല്ലാതെ നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് വലിയ ഐ ഷാഡോ പാലറ്റുകളോ അല്ലെങ്കിൽ ഭയങ്കര വില കൂടിയ ഭയങ്കര ഒരുപാട് കളേഴ്സൊക്കെ ഉള്ള ഐ ഷാഡോ പാലറ്റ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിലത്തൊരു ചെറിയൊരു ഐ ഷാഡോ പാലറ്റ് മതി. ഇതിൽ മാറ്റ് ഷെയ്ഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഷിമ്മർ ഷെയ്ഡ്സ്, അതുപോലെ തന്നെ ഗ്ലിറ്റർ വെച്ചിട്ടുള്ള ഒരെണ്ണം. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു മേക്കപ്പിൽ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു പാലറ്റാണിത്. നല്ല പിഗ്മെൻറ്റഡ് ആണ് ഈ ഷെയ്ഡ്സ് എല്ലാം തന്നെ. ഈ കളർ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു പാലറ്റ് 01 മൾട്ടി കളർ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ഒരു പാലറ്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 289 ആണ്. ഇതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഒരു ഷെയ്ഡ്.
പിന്നെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കാണിച്ചു തരാം. കണ്ടോ, ഗ്ലിറ്റർ ഷെയ്ഡ് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇങ്ങനെയാണ് ഗ്ലിറ്റർ ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു കാജലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു കാജൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് വീണ്ടും പർച്ചേസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി കാജലാണ്. നല്ല ഡീപ്പ് ബ്ലാക്കാണ്. ഞാനിപ്പോൾ കണ്ട താഴെ എഴുതിയിരിക്കുന്നതാണ്. നല്ല ഡീപ്പ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജലാണ്. ഇത് നമുക്ക് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഒരു 12 hours വരെയൊക്കെ നമുക്കിത് ലാസ്റ്റ് ചെയ്യും. പടരത്തൊന്നുമില്ല. വാട്ടർ പ്രൂഫാണ്. പിന്നെ മാറ്റ് ഫിനിഷാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്ക് ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഷാർപ്പനറൊന്നും വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് വരും. നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഭയങ്കര എളുപ്പമാണ് നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് 01 ബ്ലാക്ക് ഔട്ടാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 221 ആണ്. അപ്പോൾ നല്ലൊരു കാജലാണ്. അപ്പോൾ ഞാനത് എനിക്കൊന്ന് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 3ാമത്തെ തവണയാണ് ഈ ഒരു ഷുഗറിൻ്റെ കാജൽ ഞാൻ മേടിക്കുന്നത്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു കാജലാണ്. നമ്മൾ കണ്ണെഴുതുമ്പോഴത്തേക്കും നല്ല കണ്ണ് ഇങ്ങനെ കുറച്ചുകൂടെ എടുത്ത് നല്ല ആ ഒരു ബ്ലാക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാജലാണ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തു, ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ഒരു കാജൽ. നെക്സ്റ്റ് റിയൽ ടെക്നിക്സിൻ്റെ ഈ ഒരു കൺസീലർ ബ്രഷാണ്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൺസീലറൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 689 ആണ്. നമുക്ക് കൺസീലർ നല്ല അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു ആപ്ലിക്കേറ്റർ, അതിപ്പോൾ ബ്രഷ് ആകാം, സ്പോഞ്ച് ആവാം, എന്തോ ആയിക്കോട്ടെ, അതിലും കാര്യമുണ്ട് കേട്ടോ. ആ ഒരു ഫിനിഷ് എന്ന് പറയുന്നത് നമ്മളത് എന്ത് സംഭവം കൊണ്ട് ഇപ്പം ഇത് നല്ല ബ്രഷൊക്കെ നമ്മൾ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫിനിഷ് നമുക്ക് അത്രയും നന്നായിട്ട് അത് കിട്ടും. ഇത് നല്ലൊരു അടിപൊളി ബ്രഷാണ്. കൺസീലറൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സൂപ്പർ ഒരു ബ്രഷാണ്. ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് കൺസീലറൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു കളർ പിടിച്ചിട്ടുണ്ട്. എനിക്കിത് വാഷ് ചെയ്യണം. അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. കണ്ട, ഇതിൻ്റെ തന്നെ നമുക്ക് ഇത് റിയൽ ടെക്നിക്സിൻ്റെ തന്നെ ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ട്, പൗഡർ ബ്രഷ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സാധാരണ ഒരു ലോക്കലായിട്ടുള്ള ഒരു ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രഷ് യൂസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഭയങ്കര വലുതാണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ബ്രഷ്. അപ്പം നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് കൺസീലറോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ബ്രഷ് നിങ്ങൾ മേടിക്കാനിരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് മേടിക്കാവുന്നതാണ്. കാരണം നമുക്ക് കുറേ കാലം യൂസ് ചെയ്യണം. അതിൻ്റെ ഒരു യൂസ് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുകയും വേണം എന്നുണ്ടെങ്കിൽ നല്ല ബ്രഷ് സെറ്റ് മേടിക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പെർഫ്യൂമാണ്. സ്കിൻ ബൈ ടൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ പെർഫ്യൂം ഒരു മിനിയേച്ചർ പെർഫ്യൂമാണ്. പോക്കറ്റ് സൈസാണ്. നമുക്കിപ്പോൾ പുറത്ത് ട്രാവലൊക്കെ പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകാൻ ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ബോട്ടിലായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിൻ്റെ സ്മെല്ല് എന്തുമാത്രം അടിപൊളിയാണെന്ന്. നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറേ നേരം ലാസ്റ്റ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ തന്നെ. ഞാനിത് വീണ്ടും റിപ്പീറ്റായിട്ട് അങ്ങനെ അടിക്കാറില്ല കേട്ടോ. ഒറ്റ തവണ മാത്രമേ അടിക്കാറുള്ളൂ. കാരണം അത്രയും നേരം ഇത് സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 516 ആണ്. നല്ലൊരു പെർഫ്യൂമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നല്ലൊരു പെർഫ്യൂം നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ നോക്കൂ. ഇത് സൂപ്പറാണ്. നെക്സ്റ്റ് ഒരു മൾട്ടി ലെയർ ബാങ്കിൾ ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ അത് ഇങ്ങനെ ഇത്രയും ലെയറായിട്ടാണ് ഇത് വരുന്നത്. ഒറ്റ സെറ്റായിട്ടാണ്. കണ്ടോ? അപ്പോൾ ഇത് കുറച്ച് പേര് എൻ്റെ ബാങ്കിൾ സെറ്റിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള എൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കളക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ അടുത്തിടെ മേടിച്ചൊരു ബ്രേസ്ലെറ്റ് സെറ്റാണ്. കണ്ടോ? അപ്പോൾ അതിലത് ഇങ്ങനെ നമുക്കിത് ഓരോന്നായിട്ട് വേണമെങ്കിലും ഇടാം, സെറ്റായിട്ടും ഇടാം. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്നും ഇത് ഇങ്ങനെയാണ് വരുന്നത്.
ഒന്ന് അതിനകത്ത് ഇങ്ങനെ ടാസലൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിൽ. ഇതേ കണ്ടോ, ഇതിലിങ്ങനെ ഒരു ചെറിയ ഐയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഐ സിമ്പിൾ പോലുള്ള ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബീഡ്സിൽ വന്നിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രേസ്ലെറ്റുകൾ, ഇതുപോലത്തെ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് കുറച്ച് ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 298 ആണ്. പിന്നെ ഇത് നമുക്ക് തന്നെ ഇങ്ങനെ ഇലാസ്റ്റിക്കാണ്, ഭയങ്കര ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കര അടിപൊളി സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റുകൾ. അത് പ്രത്യേകിച്ച് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ലെയർ ബ്രേസ്ലെറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദേ ഇപ്പോഴും വേറൊന്നും എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഇത് സിംഗിളാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലും ദേ ഇങ്ങനത്തെ ഒരു ഐ ഉണ്ട്. ഇത് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ്, ബ്രേസ്ലെറ്റ്, ലെയർ ബാങ്കിൾ ബ്രേസ്ലെറ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു വൈറ്റമിൻ ഇ ഓയിലാണ്. നമ്മളിപ്പോൾ സാധാരണ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മേടിക്കാറുണ്ട്, എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഓയിലുണ്ട്, അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ പുറമേയുള്ള നമ്മുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ പ്രത്യേകമായിട്ട് മേടിക്കാൻ കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനുള്ള സാധനമാണ്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഓയിൽ എടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും വർക്കല്ല. അപ്പോൾ ഞാനും എൻ്റെ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്ക് വായിച്ചത് അത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടതാണ്. നമ്മൾ സ്കിന്നിലും ഹെയറിലും ഒക്കെ പുറമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ കിട്ടുന്നത് മേടിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ആ ഒരു ക്യാപ്സ്യൂളിൻ്റെ അകത്ത് കാണുന്ന ഓയിൽ പോലെ ഭയങ്കര തിക്കായിട്ടുള്ള ഓയിലല്ല, കുറച്ചുകൂടെ ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ ക്രീസിയാണ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ ഹെയറിലും നെയിൽസിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പ്യുവറായിട്ടുള്ള വൈറ്റമിൻ ഇ ഓയിലാണ്. ഞാനിത് ഒരു 3 തവണ ചെറിയ ബോട്ടിലാണ് മേടിക്കുന്നത്. അത് 5 ml ചെറിയ ബോട്ടിൽ. ഇത് 50 ml ആണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ. ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണിത്. അപ്പം ഇത് ഞാൻ കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാനിത് എൻ്റെ ഹെയർ സെറമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം മുടിയൊക്കെ ഡ്രൈ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഹെയർ സെറത്തിന് പകരമായിട്ട് തന്നെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നെയിൽസിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ലിപ് ബാമിന് പകരമായിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഫേസ് ഓയിലായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ മൾട്ടിപർപ്പസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 399 ആണ്. ഇത് 50 ml ബോട്ടിലാണ്. അപ്പം ഞാൻ ആദ്യം ചെറിയ ബോട്ടിലാണ് മേടിച്ചത്. അപ്പം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബോട്ടിൽ മേടിച്ചു. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നീട് ഇതുപോലത്തെ വലിയ ബോട്ടിൽ മേടിച്ചു. ഇതിൻ്റെ 100 ml ഉണ്ട്, 200 ml ഉണ്ട്. അങ്ങോട്ട് വലിയ ബോട്ടിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല, നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ ചെറിയ 5 ml ബോട്ടിൽ ആദ്യം മേടിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വലിയ ബോട്ടിൽ മേടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു 50 ml 399 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാം. ഈ നമ്മുടെ മുടിയുടെ അറ്റം ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരത്തില്ലേ, അപ്പോൾ അതിനൊക്കെ ഇത് അടിപൊളിയാണ്. മുടിയുടെ ടിപ്പിൽ നമ്മൾ കിടക്കുന്നതിനൊക്കെ മുന്നേ ആയിട്ട് ഹെയർ കോംബ് ചെയ്തിട്ട് മുടിയുടെ അറ്റത്ത് ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തുമ്പത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നത് തടയാനും അതുപോലെ മുടിയുടെ അറ്റം ഭയങ്കര ഡ്രൈ ആവുകയാണെങ്കിൽ ആ ഡ്രൈനെസ് മാറ്റിയെടുക്കാനും ഒക്കെ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് എൻ്റെ ഒരു ഹെയർ കെയറിൽ വളരെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു വൈറ്റമിൻ ഇ ഓയിൽ. നെക്സ്റ്റ് ഒരു ജ്വല്ലറി ബോക്സാണ്, വുഡനിൽ വരുന്ന ഒരു ജ്വല്ലറി ബോക്സാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ജ്വല്ലറീസൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ യൂസ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജ്വല്ലറി ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ നല്ല വർക്കൊക്കെ വന്നിട്ടുണ്ട്, നല്ല കൊത്തുപണിയൊക്കെ വന്നിട്ടുള്ള ഒരു ബോക്സാണ്. ഇത് 8 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 5 ഇഞ്ച് വീതിയും, അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് കേട്ടോ. ഇത് റോസ് വുഡിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെന്നെങ്കിലും
ഒക്കെ നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു ജ്വല്ലറി ബോക്സാണ്. നല്ല ടൈറ്റായിട്ട് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 449 ആണ്. ഈ ഒരു പ്രൈസിന് ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു മെറ്റൽ ഹെയർ ബൺ സ്റ്റിക്കാണ്. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ പിൻസൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഇതിൻ്റെ വലിയ സംഭവമാണ്. അതെ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് 4 എണ്ണം ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഞാനിത് ഇപ്പോൾ എൻ്റെ തലയിൽ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. പെയറായിട്ടാണ് ഇതിൻ്റെ ഒരെണ്ണമാണ് ഞാൻ ഇപ്പോൾ തലയിൽ കുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇതുപോലത്തെ ഇങ്ങനെ 4 എണ്ണമാണ് കിട്ടുന്നത്. 2 പെയർ പോലെ. ഇതൊരു പെയർ, പിന്നെ ഇതിൻ്റെ ഒരെണ്ണം ഞാൻ തലയിൽ അങ്ങനെ ഒരു പെയർ. അപ്പോൾ ഇത് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഞാനിപ്പോൾ കെട്ടിയിരിക്കുന്നുണ്ടല്ലേ, ഇതുപോലെ ഹെയർ ബണ്ണൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് ഹെയർ ബൺ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാം. ഇത് മെറ്റലിൻ്റെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടോ? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ? കണ്ടില്ലേ? അതുപോലെ ഇത് മറ്റൊരു ഡിസൈൻ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കോ അല്ലെങ്കിൽ ജസ്റ്റ് വീട്ടിൽ നിൽക്കുമ്പോഴോ, ഇപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ മുടി കെട്ടി വെച്ചാൽ ഇരിക്കത്തില്ല. പിന്നെ നമ്മളിപ്പോൾ സ്ലൈഡും ക്ലിപ്പുകളും ഒക്കെ വെച്ച് കഴിഞ്ഞാലോ ഒക്കെ ചിലപ്പം തലയൊക്കെ നോവിയും ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ മുടിയൊക്കെ പൊട്ടിപ്പോവും. ഇത് ഭയങ്കര സ്മൂത്തായിട്ടുള്ള സർഫസാണ് ഇതിൻ്റെ. അതുപോലെ നല്ല കട്ടിയുണ്ട്, മെറ്റൽ പീസാണ്. അപ്പം ഇത് നമ്മളിത് മുടിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരുന്നോളും, അഴിഞ്ഞു പോരത്തൊന്നുമില്ല. നമുക്ക് തലയങ്ങനെ നോത്തൊന്നുമില്ല, മുടി പൊട്ടിപ്പോകുന്നുമില്ല. സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് മുടി ഇങ്ങനെ ചുറ്റിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ടത്. ജസ്റ്റ് ഇതൊന്നും അങ്ങോട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ മുടി സെറ്റാണ്, അങ്ങനെ ഇരുന്നോളും. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഹെയർ ബണ്ണൊക്കെ കിട്ടണമെങ്കിൽ, ക്യാഷ്വലായിട്ട് പുറത്ത് പോകണമെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് മുടിയൊക്കെ നനയുമല്ലോ. അപ്പോൾ ബണ്ണൊക്കെ ഇട്ട് വെച്ചാൽ ബണ്ണൊക്കെ നനയും. അപ്പോൾ അതിന് വരെ ഇതുപോലത്തുള്ള മെറ്റൽ പിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും. മുടി അഴിഞ്ഞു പോവാതെ നല്ല ഫിക്സായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഹെയർ ബൺ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സംഭവമാണ് ഈ ഒരു മെറ്റൽ ഹെയർ ബൺ സ്റ്റിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കണ്ട ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് മേടിച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കെല്ലാം പിന്നെ ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഓണം സീരീസ് ചെയ്യണോ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഓണം സീരീസ് വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. സാധാരണ ഓണം സീരീസിൽ കോമൺ ആയിട്ട് വരുന്ന സാധനമാണ് ഓണം മേക്കപ്പും ഓണം ഹെയർ സ്റ്റൈൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.